സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് മാത്രമല്ല സതീശൻ പ്രതിപക്ഷ നേതാവ് ജയിച്ചു പോകുന്നത്. വേറൊരു സ്ഥലത്താണ് പോയിരിക്കണമെന്ന് സതീശൻ MLA ജയിക്കില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ BD സതീശൻ ജയിക്കില്ല. രാഷ്ട്രീയ ഭേദം തന്നെ, അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ അദ്ദേഹം ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും BD സതീശൻ തോക്കും. ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട് പുറത്തെ ജയിച്ചു പോണേൽ. ഇവിടുത്തെ ജനങ്ങൾ മാത്രം, സാധാരണ ജനങ്ങൾ വോട്ട് ചെയ്തിട്ട് മാത്രമല്ല സതീശൻ പ്രതിപക്ഷ നേതാവ് ജയിച്ചു പോകുന്നത്, അല്ലെങ്കിൽ ഈ മണ്ഡലത്തിലെ MLA ജയിച്ചു പോകുന്നത്. അതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ പുറകിലുണ്ട് ജയിപ്പിക്കുന്നതിൻ്റെ കാര്യത്തിൽ. അടുത്ത തവണ BD സതീശൻ ജയിക്കുമോ? നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ജയിക്കില്ലെങ്കിൽ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടുത്തെ സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷത്തെ LDFൻ്റെ സ്ഥാനാർത്ഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിക്കാവുന്ന ഒരു സ്ഥാനാർത്ഥികൾ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ പരാജയമുണ്ട്. അതിൻ്റെ പേരിൽ MLA ജയിച്ചു പോകുന്നു BD സതീശൻ. വേറൊരു സ്ഥലത്താണ് പോയിരിക്കണമെന്ന് സതീശൻ MLA ജയിക്കില്ല, അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ BD സതീശൻ ജയിക്കില്ല. എങ്ങനെയാണ് ഈ നമ്മുടെ പറവൂർ മണ്ഡലത്തിൽ വന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ CPI-MLൻ്റെ ഒരു പ്രവർത്തകനാണ്, റെഡ് ഫ്ലാഗിൻ്റെ. അപ്പോൾ 35 വർഷമായി ഞാനിവിടെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് സംബന്ധമായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റും. ഞാൻ അവിടുത്തെ ഫുൾ ടൈം വർക്കറായിരുന്നു. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പ്രതിപക്ഷമാവുന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പറവൂർ മണ്ഡലം MLA എന്നുള്ള രീതിയിൽ ചെയ്തിട്ടില്ല. നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ട് അങ്ങ് ജയിക്കാം. ജനപിന്തുണയുള്ളൊരു വ്യക്തിയാണ്, അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ജയിക്കും എന്നുള്ളത് വിശ്വസിക്കുക. BD സതീശൻ അടുത്ത പ്രാവശ്യം പറവൂരിൽ ജയിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിന് നല്ല ജനപിന്തുണയുണ്ട്, അപ്പോൾ അദ്ദേഹം ജയിക്കാൻ സാധ്യതയുണ്ട്. അടുത്ത തവണ BD സതീശൻ പറവൂരിൽ ജയിക്കുമോ? ജയിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? അത്രയും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. ജയിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ജയിക്കുമെന്നാണ് വിശ്വാസം ജനങ്ങളുണ്ടാകും. ജയിക്കും. എല്ലാവരും പുള്ളിക്കാരൻ്റെ ഒരു ഇതിലാണ് നിൽക്കണത്. അപ്പം അങ്ങനെ നമ്മൾ ജയിക്കുമെന്നുള്ള നമ്മൾ വിചാരിക്കുന്നു, വിശ്വസിക്കുന്നുണ്ട്. BD സതീശൻ ജയിക്കും. ജയിക്കുമോ? ജയിക്കും. കുഴപ്പമില്ലാണ്ട് പോകും. എന്താ അങ്ങനെ പറയാൻ കാരണം? പ്രവർത്തനം തന്നെ അത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. എന്നാലും വിശ്വസിക്കുന്നു. അല്ലാതെ ഓരോ ജനങ്ങൾ തീരുമാനിക്കും. അത് ഓരോരുത്തർ വോട്ട് ചെയ്യുന്ന മാതിരിക്കും സതീശൻ്റെ. അതിൻ്റെ പേരിൽ നമുക്ക് വളരെയേറെ വികസനങ്ങളും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പുള്ളിനെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ളത് ഇവിടെ ജയിക്കും. ഇതിപ്പോൾ എത്ര കൊല്ലമായി ഇവിടെ പുള്ളി ഇത് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം നിന്നാലും പുള്ളി ജയിക്കും, ഇല്ലയെന്ന് ഞാൻ പറയില്ല. ജയിക്കും. അതിവിടുത്തെ മണ്ഡലത്തിൻ്റെ ഒരു കിടപ്പങ്ങനെയാണ്. ഈ പറവൂർ നിയോജക മണ്ഡലത്തിൻ്റെ കിടപ്പങ്ങനെയാണ്. പുള്ളി ഇനിയും ജയിക്കും നിന്നാൽ. ഉറപ്പാണ് ജയിക്കും. ജയിക്കേണ്ടതാണ്. പിന്നെ പൊതുവേ എനിക്ക് എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റുള്ളൂ. പൊതുവേ അങ്ങനെ പറയാൻ എനിക്ക് അത്ര അറിയില്ല. അതാണ് BD സതീശൻ ഇവിടെ ജയിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത എങ്ങനെയാണ്? നമുക്ക് ആരെങ്കിലും ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ അയാളെ ഒരുപാട് അങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കും. ഇവിടെ മറ്റുള്ള രീതിയിലേക്ക് അങ്ങനെ ആരും കയറി വന്നതായിട്ട് നമ്മുടെ അറിവിലില്ല. ഞാനിപ്പോൾ ഒരു 5-8 ഇലക്ഷനായി വോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ കോൺഗ്രസ് തന്നെയാണ് ഇവിടെ കയറി വന്നേക്കണത്. ജയിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയിക്കേണ്ടതാണ്. ചിലപ്പോൾ ജയിക്കും, അത് പറയാൻ പറ്റില്ല. കാരണം ജനങ്ങളാണല്ലോ അതിൻ്റെ ആൾ. അപ്പോൾ അവർ തീരുമാനിക്കും ഇന്നാൾ വേണമെന്നുള്ളത്. എനിക്കത് സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ജയിക്കും. അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുകയും ചെയ്യും. അദ്ദേഹത്തിന് ജയിക്കും. അത് പറവൂരിൽ നിന്ന് ജയിക്കും. അദ്ദേഹം ഷുവറാണ്. അദ്ദേഹത്തിൻ്റെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം, രാഷ്ട്രീയ ഭേദം തന്നെ, അല്ലെങ്കിൽ വേറെ ഏത് തരത്തിലുള്ള ഒരു മാനദണ്ഡങ്ങളുമില്ലാതെ അദ്ദേഹം ഈ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ നോക്കുകയല്ലേ? കാരണം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എല്ലാവരും ഉണ്ടല്ലോ. അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം നിൽക്കല്ലോ. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം കൂടെ അല്ലാണ്ട് കുറയുന്നില്ലല്ലോ. ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ നല്ല രീതിയിൽ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ 100% ഒരു മനുഷ്യൻ ഇത് 100% പെർഫെക്റ്റ് ആവണമെന്നില്ലല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് ഒരു സ്കോപ്പുണ്ട്, അയാൾക്കൊരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ജയിക്കും. ഉറപ്പാണ് പറയാൻ കാരണം? അല്ല, അങ്ങനെ നല്ല കാര്യം ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതിന് സംശയമില്ല. തീർച്ചയായിട്ടും ജയിച്ചിരിക്കും. അതിന് ഞങ്ങൾ പ്രവർത്തിക്കും. ശരിക്കും ഞങ്ങൾ ഇറങ്ങി പ്രവർത്തിക്കും. ജയിക്കുമെന്നാണ് പ്രതീക്ഷ. ജയിച്ച് മുഖ്യമന്ത്രി ആകട്ടെ എന്നും
ആശംസിക്കും. ജയിക്കാൻ സാധ്യതയില്ല. പിന്നെ ഭൂരിപക്ഷം കൂടിക്കൊണ്ടിരിക്കുകയും വിളിക്കും. എതിരാരാണെന്ന് വന്നാലും വിളി ജനങ്ങളെ വോട്ട് ചെയ്യാനുമല്ല. ജയിക്കുമെന്ന് വെച്ചാൽ അത് ഊഹിച്ച് പറയാൻ പറ്റില്ല എനിക്ക്. അത് ഊഹിച്ച് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജയിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രയൊക്കെ ജനങ്ങളുണ്ട് ഇവിടെ. കോൺഗ്രസിൻ്റെ ആൾക്കാർ കുറവാണ്. എങ്ങനെ വി ഡി സതീശൻ ജയിക്കുന്നത് ഇവിടെ? വി ഡി സതീശൻ ജയിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉണ്ട്, എന്നാലും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ജനപ്രതിനിധികൾ ഇപ്പോൾ ഇവിടെ ഒരു ജാഥ വന്നാൽ തന്നെ ഇരട്ടിയാണ് അവരുടെ ആൾക്കാർ. ഇടതുപക്ഷത്തിന് CPM-ൻ്റെ വി ഡി സതീശന് ആൾ കുറവാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നു ഒരു 5 വർഷമായി. ഇപ്പോൾ ഇവിടെ എൻ്റെ വീട് ഞാർക്കലാണ്. ഞാൻ ഇവിടെ കടയിലേക്ക്. എന്നാലും ആള് പക്കമാനാണ്. പക്ഷേ മാറ്റങ്ങൾ വരുന്നതുകൊണ്ടാണ്. അടുത്ത പ്രാവശ്യം വി ഡി സതീശൻ ജയിക്കുമോ? പറവൂര് നന്നാ ജയിക്കും. ജയിക്കും. ഈ സതീശൻ ഈ പറവൂര് ജയിക്കും. എന്നാൽ ജയിക്കും. എന്താ അങ്ങനെ പറയാൻ കാരണം? അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കാര്യത്തിലും വളരെ നല്ല രീതിയിൽ പ്രതികരിക്കുന്നു, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു, ജനങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കണം. ജയിക്കുമെന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷ. പുള്ളി ജയിക്കുമോ? ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം സ്ഥാനാർത്ഥി ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥി വളരെ മോശമായിട്ടാണ് ഇവിടെ നിർത്തുന്നത്. അതുകൊണ്ടാണ് ജയിക്കുന്നത്. പ്രാവശ്യം പുള്ളി ജയിക്കുമോ? പുള്ളി ജയിച്ചിരിക്കും. അടുത്ത പ്രാവശ്യം വി ഡി സതീശൻ ജയിക്കും. ഇവിടെ പുള്ളിക്ക് സാധ്യതയുണ്ട്. പിന്നെ കുറച്ച് ഈ വോട്ട് BJPയിലേക്ക് കുറച്ച് പേര് BJPയിലേക്ക് പോയിട്ടുണ്ട്, കോൺഗ്രസ്സുകാർ. അപ്പോൾ അവരുടെ വോട്ട് എങ്ങനെ പോകുന്നതനുസരിച്ചിരിക്കും. കുറച്ച് പേര് മാറിയിട്ടുണ്ട് ഇതിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം. അപ്പം അതുകൊണ്ട് ഇനി ഞാൻ പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നത്. ജയിക്കാനാണ് സാധ്യത. പ്രതിപക്ഷ നേതാവ് സതീശൻ ജയിക്കാനാണ് സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത്. ജയിക്കും. നിന്നെന്തായാലും ജയിക്കും. ഒരു UDF മണ്ഡലമായിട്ടാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. വി ഡി സതീശനിൽ നിന്ന് ജയിക്കും. അതൊന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ജനങ്ങളുടെ ഇടയിൽ അഭിപ്രായങ്ങളില്ല. പൊതുവേ ഞങ്ങൾ പറയുമ്പോൾ പലരും അഭിപ്രായം നല്ലത് പറയുന്നുണ്ട്. ഞങ്ങൾ ടാക്സിയിൽ പല സ്ഥലത്തും പോകുമ്പോൾ സതീശൻ്റെ അഭിപ്രായങ്ങൾ പലരും നല്ലത് പറയുന്നുണ്ട്. ജയിക്കും. ഒരു സംശയമില്ല. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ചിട്ട് അദ്ദേഹത്തിനാണ് നല്ലൊരു സ്ഥാനാർത്ഥിയെ CPIയുടെ മണ്ഡലമാണ് ഇടതുപക്ഷത്തിന്. അപ്പോൾ CPIക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പിന്നെ ക്രിസ്ത്യൻ മെജോറിറ്റി ഉണ്ട്, കുറച്ച് മേഖല ക്രിസ്ത്യൻ മെജോറിറ്റിയാണ്. അപ്പോൾ അവരുടെ വോട്ട് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് തക്ക ഒരു സ്ഥാനാർത്ഥി വരണം. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തീർച്ചയായിട്ടും വി ഡി സതീശന് ഒരു നല്ല എതിരാളിയായിരിക്കും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വി ഡി സതീശൻ തോക്കും എന്നാണ് എനിക്ക് പറയുന്നത്. പ്രാവശ്യം ജയിക്കും. എല്ലാ പ്രാവശ്യവും വി ഡി സതീശൻ തന്നെയല്ലേ ജയിക്കണം. ജയിക്കും. ഉറപ്പാണ്. ഉറപ്പാണ്. എനിക്ക് ഉറപ്പുണ്ട് 100%. പുള്ളി ജയിക്കും. ജയിക്കുന്നത് എന്ത് കുഴപ്പം? തീർച്ചയായിട്ടും ജയിക്കും. പിന്നെ അത് കുഴപ്പമൊന്നുമില്ല. പുള്ളി വേറെ ആരും ഇതിൻ്റെ പറ്റിയപ്പോഴാണ്. തീർച്ചയായിട്ടും പുള്ളിയുടെ ഒരു ഇത് വെച്ചിട്ട് കപ്പാസിറ്റി വെച്ചിട്ട് പുള്ളി തന്നെ ഇവിടെ ജയിക്കുള്ളൂ എൻ്റെ ഒരു വിലയിരുത്തൽ. ജയിക്കുള്ളൂ ഇവിടെ. ഉറപ്പാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.